അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നെങ്കിൽ പോലും കാത്തിരിപ്പിനൊടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. എന്നാൽ അവസാന നിമിഷം ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള കരാറിൽ പല വ്യവസ്ഥകളും അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ചൊടിപ്പിച്ചു എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ബൈഡനും കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുള്ള ക്യാബിനറ്റ് മീറ്റിംഗ് ഉടൻ ഉണ്ടാകുമെന്നും ഞായറാഴ്ചയോടെ നിലവിൽ വരുമെന്നുമാണ് നിലവിലെ തീരുമാനം. മന്ത്രിസഭയിൽ പലർക്കും തീവ്രവാദികൾക്ക് അനുകൂലമായ ഈ നടപടി താൽപര്യമില്ലെങ്കിൽ കൂടിയും ഇസ്രായേലി ബന്ദികളുടെ മോചനമാണ് ലക്ഷ്യം. കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ 33 ഇസ്രായേൽ ബന്ദികളെയാണ് വിട്ടയക്കുക. സമാധാന കരാർ ആദ്യഘട്ടത്തിന്റെ കാലാവധി 42 ദിവസമാണ്. 6 ആഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. കഴിഞ്ഞ മെയ്യിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ കരട് രേഖയാണ് ഇപ്പോൾ പ്രാവർത്തികമായത്. ഗാസയിൽ വെടിനിർത്തലിനുള്ള കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്ന ചർച്ചകൾ പുറം ലോകം അറിഞ്ഞപ്പോൾ തന്നെ ഗാസയിൽ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. സാധാരണ പൗരന്മാരുടെ മറവിൽ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഗാസയിലെ ജനങ്ങളെ അങ്ങേയറ്റം ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടത്. കരാർ പ്രാബല്യത്തിൽ വന്നാൽ സാധാരണ പൗരന്മാർക്കിതൊരു അനുഗ്രഹമാകുമെന്ന് ലോകം മുഴുവൻ കരുതി. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഹമാസിനെ സ്തുതി പാടുകയാണ് ചിലർ. വീഡിയോയിൽ പരാമർശിക്കുന്ന നേതാവ് ഒക്ടോബർ 7-ന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളാണ്. കുട്ടികളടക്കം ഇയാൾക്ക് ജയ് വിളിക്കുമ്പോഴാണ് മറ്റൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. فإسرائيل لما فكرت إنه هي بدها تقضي على حماس في غزة، كل بيت فيه حماس، كل بيت فيه سرايا القدس، كل بيت فيه مقاوم. بدها تقضي على 2.5 مليون بني آدم، كل بيت فيه. ഓരോ വീട്ടിലും ഹമാസ് ഉണ്ട്, അതിനാൽ ഹമാസിനെ ഇല്ലാതാക്കുവാൻ സാധിക്കില്ല എന്നതാണ് ഇവരുടെ വാദം. ഇതിന് പിന്നാലെ പ്രത്യക്ഷപ്പെട്ട ഹമാസ് നേതാവ് ഹലീലാൽ ഹയ്യയുടെ പ്രകോപനപരമായ പ്രസംഗം ഇസ്രായേലിനെ വീണ്ടും യുദ്ധത്തിലേക്ക് വെല്ലുവിളിക്കുന്നതാണ്. ഹമാസിന്റെ ഭൂരിഭാഗം നേതാക്കളും കൊല്ലപ്പെട്ടു. വീണുകിടന്നിട്ടും വീരവാദത്തിന് കുറവില്ല എന്നതാണ് ഹമാസിന്റെ നില. സാധാരണ ജനങ്ങളെ മറയാക്കി ഹമാസ് നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പട്ടിണിയും മരണവുമല്ലാതെ മറ്റെന്ത് സമ്മാനിച്ചു? ഒക്ടോബർ 7 തങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നും അതിൽ അഭിമാനമുണ്ടെന്നല്ല അങ്ങേയറ്റം ഗർവോടെ പ്രസ്താവിക്കുമ്പോൾ പ്രകോപനപരമായ ചെയ്തികളിലൂടെ ഹമാസ് വീണ്ടും അപകടം വിളിച്ചു വരുത്തുകയാണ്. ഒരുപക്ഷെ അതായിരിക്കാം അവരുടെ ആവശ്യവും. Hamas carried out an atrocious operation. They sent a bunch of savages into Israel with the express and explicit purpose of targeting civilians. They went into concerts. They went into these music festivals. They knew that there were no soldiers at the music festival. They knew that these were teenagers and young families, that they went into different communities and the kibbutzes and the like, and they deliberately targeted civilians. Deliberately. It was their, in fact, they kidnapped the ones they didn't murder, the families who they didn't eviscerate, the people whose skulls they didn't crack open. They kidnapped, and to this day continue to hold people innocents that they took. A deliberate operation. In the case of Israel, responding to that attack has had to go after Hamas. How can you coexist? How can any nation state on the planet coexist side by side with a group of savages like Hamas? They have to defend their national security and their national interest, as I pointed out in my opening statement. And so there is no more, and they didn't target civilians. Now, sadly and unfortunately, and I'm sure we'll discuss it further, some of the other questions that will come up here today, one of the horrible things about war, it's a terrible thing about war, and it's why we should try to prevent it at almost any cost, is that innocent people are caught up in it. And that's true of every conflict on the planet. But there is a difference between those who, in the conduct of armed action, deliberately target civilians, and those who do as much as they can to avoid civilians being caught up against an enemy that doesn't wear a uniform, against an enemy that hides in tunnels, against an enemy that hides behind women and children,
and puts them at the forefront and uses them as human shields. That's who Hamas is. There is no moral equivalency. ഹമാസ് പോലുള്ള മനുഷ്യരെ ക്രൂരമായി പിച്ചു ചീന്തുന്ന നരാധമന്മാർ ക്ഷമ അർഹിക്കുന്നില്ല. തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ പലരും ഇന്നും ജീവനോടെയില്ല. ചിലർ ക്രൂരമായി വലിച്ചു കീറപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യ ശരീരത്തോട് അരുതാത്തതെല്ലാം ചെയ്തു കൂട്ടിയ ഹമാസ് നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. എന്നിട്ടും ഗാസയിലെ സാധാരണക്കാരെ ഓർത്ത് ലോകം നയതന്ത്ര നീക്കങ്ങളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പ്രകോപനപരമായ നടപടികളിലൂടെ മുന്നോട്ട് വരാതിരിക്കുക. നിങ്ങളുടെ തീവ്രവാദങ്ങൾക്കിടയിൽപ്പെട്ട് ഒരു ജനതയെ വീർപ്പ് മുട്ടിക്കാതിരിക്കുക.